ഹായ്, ഞാൻ ഡോക്ടർ നയന. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ആങ്സൈറ്റി ഡിസോർഡറിനെ പറ്റിയിട്ടാണ്. ഇതൊരു ബ്രോഡ് സ്പെക്ട്രം വരുന്ന ഡിസോർഡറാണ് ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. ഒരുപാട് അസുഖങ്ങൾ ചേർന്ന് ഒരു ബ്രോഡ് സ്പെക്ട്രം വരുന്നതാണ് ആങ്സൈറ്റി ഡിസോർഡർ. അതിനകത്ത് പാനിക് ഡിസോർഡർ വരും, PTSD, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, OCD, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ, സ്പെസിഫിക് ഫോബിയ, അഗോറഫോബിയ, സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ, അങ്ങനെ ഒരുപാടെണ്ണം ചേരുന്നതാണ് നമ്മൾ ആങ്സൈറ്റി ഡിസോർഡർ എന്ന ബ്രോഡ് സ്പെക്ട്രം. ഇത് ഇന്നത്തെ വീഡിയോ ഒരു ജനറൽ വീഡിയോ ആണ്. ഈ ആങ്സൈറ്റി ഡിസോർഡറിനെ പറ്റിയിട്ടുള്ള ഒരു ജനറൽ വീഡിയോ ആണ്. ഈ ഓരോ അസുഖങ്ങളെ പറ്റിയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ആ അസുഖത്തിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങിയ വീഡിയോസ് ഞാൻ വഴിയെ അപ്ലോഡ് ചെയ്യാം ഈ ചാനലിൽ. സോ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് കൂടുതലായിട്ട് ആങ്സൈറ്റി ഡിസോർഡർ കാണുന്നത്. ഉത്കണ്ഠ അല്ലെങ്കിൽ ആങ്സൈറ്റി എന്ന് പറയുന്നത് നമ്മളിൽ എല്ലാവരിലും ഉള്ളൊരു കാര്യമാണ് അല്ലേ. നമുക്ക് ഒരു കല്യാണമായാലും എക്സാംസ് ആയാലും അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളോട് നമുക്ക് ഉത്കണ്ഠയുണ്ട് അല്ലേ. പല പല കാര്യങ്ങളോട് നമുക്ക് ഡെയിലി നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഉത്കണ്ഠ എന്ന് പറയുന്നത്. പക്ഷെ അത് അമിതമായി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ദീർഘകാലത്തേക്ക് നീണ്ടു നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അത് നമ്മുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അത് ഉത്കണ്ഠ രോഗം എന്ന അവസ്ഥയിലേക്ക് മാറുന്നുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഈ ഉത്കണ്ഠ രോഗം ഇത് പലപ്പോഴും ഫെമിലിയലായിട്ട് കാണാറുണ്ട്, ജനറ്റിക്കലി കാണാറുണ്ട്. അതായത് നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവിന് ഈ ഒരു അസുഖമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കും വരാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ എന്തെങ്കിലും സൈക്കോളജിക്കൽ സ്ട്രെസ്സേഴ്സ് ഉണ്ടാവുന്ന സമയത്ത്, അതായത് ഇപ്പം പ്രളയം ഉണ്ടായി, അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരാളുടെ മരണം സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഡിവോഴ്സിലൂടെ കടന്നു പോകുന്നു, അങ്ങനെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള സ്ട്രെസ്സേഴ്സ് നമുക്ക് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ഉത്കണ്ഠയിലേക്ക് അല്ലെങ്കിൽ ഉത്കണ്ഠ രോഗത്തിലേക്ക് പോകാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഈ ഒരു പാനിക് ഡിസോർഡർ എന്ന് ഞാൻ പറഞ്ഞു. പാനിക് എന്ന് പറയുന്നത് പലപ്പോഴും വളരെ പെട്ടെന്നായിരിക്കും ഉണ്ടാവുക. പെട്ടെന്ന് നമുക്ക് നെഞ്ചിടിപ്പ് കൂടുക, തലകറക്കം, വിയർക്കുക, വിറയ്ക്കുക, ബാത്റൂമിൽ പോകാനായിട്ട് തോന്നുക, ഹൃദയാഘാതം ഉണ്ടാവാൻ പോകുന്നു എന്നുള്ളൊരു തോന്നൽ, ശ്വാസം മുട്ടൽ അനുഭവപ്പെടുക, ഇതെല്ലാം ചെറുതായിട്ട് തുടങ്ങി കൂടി ഭയങ്കരമായിട്ട് കൂടും, എന്നിട്ട് കുറഞ്ഞ് നോർമലാവും. അത് സെക്കൻഡ്സ് മുതൽ 20 to 30 മിനിറ്റ്സ് വരെ നിലനിൽക്കാനുള്ളൊരു സാധ്യതയുണ്ട്. പലപ്പോഴും നമുക്ക് നമ്മൾ മരിക്കാൻ പോകുന്നു എന്നൊരവസ്ഥയിലേക്ക് വരും. പലപ്പോഴും അവർ കാഷ്വാലിറ്റിയിലായിരിക്കും ആദ്യം കാണിക്കുക. ഇത് പല പ്രാവശ്യം വന്ന് കാഷ്വാലിറ്റിയിൽ പോയി ECG ഒക്കെ എടുത്ത് നോക്കി കുഴപ്പമൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇനി മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ എന്നുള്ളത് സംശയം തോന്നി നമ്മുടെ അടുത്തേക്ക് വരാറുള്ളത്. പാനിക്ക് യൂഷ്വലി 20 to 30 മിനിറ്റ്സ് വരെയൊക്കെ നീണ്ടു നിൽക്കാറുള്ളൂവെങ്കിൽ പോലും അതിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ആൾക്കാരെ കാണാറുമുണ്ട്. അതുപോലെ സിംറ്റംസ് കുറച്ച് നേരത്തേക്കൊക്കെ നീണ്ടു നിൽക്കുന്ന കേസസും കാണാറുണ്ട്. അഗോറഫോബിയ എന്ന് പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ ഒരുപാട് ക്രൗഡഡ് ആയിട്ടുള്ള പ്ലേസസ്, എംബാരസ്മെന്റ് ഉണ്ടാവാൻ സാധ്യതയുള്ള സിറ്റുവേഷൻസ്, അങ്ങനെയുള്ള സിറ്റുവേഷൻസിലേക്കൊക്കെ പോകാനുള്ളൊരു ഭയം, അത് ഫ്ലൈറ്റിൽ, ബസ്സിൽ, ഒരു ക്ലോസ്ഡ് സ്പേസിൽ പോകാനുള്ള ഭയമാണ് ക്ലോസ്ട്രോഫോബിയ എന്ന് പറയുന്നത്. അങ്ങനെ പല പേടികളുണ്ട്. അതുപോലെ സ്പെസിഫിക് ഫോബിയാസ് ഉണ്ട്. പാമ്പിനെ, പല്ലിയെ, പാറ്റയെ, അതുപോലെ രക്തം കാണുമ്പോൾ പേടി, അങ്ങനെ സ്പെസിഫിക് ഫോബിയാസ് ഉണ്ട്. അതുപോലെ OCD, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ, ഇതിനകത്ത് ഈ ആങ്സൈറ്റി ഡിസോർഡറിനകത്ത് പെടുന്ന ഒരു അസുഖമാണ്. ഒബ്സഷൻസ് ആൻഡ് കമ്പൽഷൻസ് രണ്ടും കൂടെ ചേരുന്നതാണ് OCD എന്ന് പറയുന്നത്. ഒബ്സഷൻസ് എന്ന് പറഞ്ഞാൽ റെക്കറന്റ് ആയിട്ട്, റെപ്പറേറ്റീവ് ആയിട്ട്, ഇൻട്രൂസീവ് ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന തോട്ട്സ്, ഇമേജസ്, ഇമ്പൾസസ് ഒക്കെയാണ് നമ്മൾ ഒബ്സഷൻസ് എന്ന് പറയുന്നത്. അത് കുറയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന ഉത്കണ്ഠ കുറയ്ക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഫിസിക്കൽ ആക്ട്സ് അല്ലെങ്കിൽ മെന്റൽ ആക്ട്സിനെയാണ് നമ്മൾ കമ്പൽഷൻ എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് OCD എന്ന് പറയുന്ന അസുഖം. അപ്പോൾ അതും ഈ ഒരു ആങ്സൈറ്റി ഡിസോർഡറിനകത്ത് പെടുന്നതാണ്. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുമ്പോൾ ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയതിനു ശേഷം അതിന്റെ ഫ്ലാഷ് ബാക്സ് ഉണ്ടാവുന്നു, ഉറക്കക്കുറവുണ്ടാവുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് PTSD എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് അസുഖങ്ങൾ ചേർന്ന ഒരു കാര്യമാണ് ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. ഞാൻ ഒരു കാര്യം വിട്ടുപോയി, സോഷ്യൽ ആങ്സൈറ്റി, അതായത് മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു അവസ്ഥ വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ഭയം. പുരുഷന്മാർക്ക് സ്ത്രീകളോട് ഇന്ററാക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, സ്ത്രീകൾക്ക് തിരിച്ചും പുരുഷന്മാരോട് ഇന്ററാക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നമുക്ക് മറ്റാരോട് ഇന്ററാക്ട് ചെയ്യാനുമുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒന്നാണ് സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. ഇതൊക്കെ ചേർന്ന ഒന്നാണ് നമ്മളുടെ ആങ്സൈറ്റി ഡിസോർഡർ എന്ന ബ്രോഡ് സ്പെക്ട്രം. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഇതിനകത്ത് എല്ലാ കണ്ടീഷൻസും ട്രീറ്റബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ്. ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മെഡിസിൻസ് പ്ലസ് സൈക്കോതെറാപ്പിയാണ്. മെഡിസിൻസ് എന്ന് പറയുമ്പോൾ ആൻറ്റി ഡിപ്രസൻസും ആങ്സിലൈറ്റിക്സുമാണ് കൊടുക്കുന്നത്. സൈക്കോതെറാപ്പി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫാമിലി തെറാപ്പീസ് ഇൻക്ലൂഡ് ചെയ്യുന്നു. എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് പ്രിവെൻഷൻ അതിനകത്ത് വരുന്നൊരു കാര്യമാണ്. ഇൻസൈറ്റ് ഓറിയൻറ്റഡ് സൈക്കോതെറാപ്പി വരുന്നുണ്ട്. ഇതൊക്കെ ചേർന്നതാണ് നമ്മളുടെ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. കോഗ്നിറ്റീവ് തെറാപ്പിയും ബിഹേവിയർ തെറാപ്പിയും ഇതെല്ലാം ചേർന്നതാണ് നമ്മളുടെ സൈക്കോതെറാപ്പീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ വളരെ ട്രീറ്റബിൾ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് ആങ്സൈറ്റി ഡിസോർഡർ എന്ന്
നമ്മൾ മനസ്സിലാക്കുക. ഇനി ഓരോ അസുഖത്തെ പറ്റിയിട്ടും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വഴിയെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആങ്സൈറ്റി ഡിസോർഡറുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാമെങ്കിൽ മറ്റുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ആ കമൻറ്റ് അത് നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി കൂടി അതിൻ്റെ കൂടെ ഞാൻ പറയുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.